ഇന്നലെയും ഇന്നും ആയിട്ട് കുറേയധികം യുദ്ധഗതിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി എന്നാണ് പൊതുവിൽ നമ്മൾ വായിക്കുന്നത്. അത് പ്രധാനമായിട്ടും നരേറ്റീവ് വാർ അല്ലെങ്കിൽ പ്രൊപ്പഗാൻഡ വാർ എന്നറിയപ്പെടുന്ന ഒരു സംഗതിയാണ് നന്നായിട്ട് ഇപ്പോൾ പതഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, അമേരിക്കയും ഇസ്രയേലും, പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് യുദ്ധം മതിയായി. അമേരിക്ക യുദ്ധം നിർത്താൻ പോവുകയാണ്. അമേരിക്ക എങ്ങനെയെങ്കിലും ഒരു വിജയം പ്രഖ്യാപിച്ചിട്ട് ട്രംപ് ഇത് കളഞ്ഞിട്ട് പോകും. അമേരിക്കയ്ക്കുള്ളിൽ ഭയങ്കരമായിട്ടുള്ള സമ്മർദ്ദം അമേരിക്കയുടെ ഭരണകൂടത്തിനെതിരെ അഡ്വൈസേഴ്സ് എല്ലാം പെട്ടെന്ന് യുദ്ധം നിർത്തിക്കോളൂ, അല്ലെ ആകെ പ്രശ്നമാവും, എണ്ണ പ്രതിസന്ധി, വില പ്രതിസന്ധി രൂക്ഷമാകും. പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥികളെല്ലാം തോക്കും. അതുകൊണ്ട് ട്രംപിനെ എങ്ങനെയെങ്കിലും നിർത്തിയാൽ മതി. ട്രംപ് അങ്ങനെ വ്യാപാര നഷ്ടം ഉണ്ടാകുന്ന അല്ലെങ്കിൽ പണം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്കൊന്നും പോകുന്നില്ല. ട്രംപ് നിർത്താനായിട്ടൊരിത് നോക്കി നടക്കുകയാണ്. പക്ഷെ ഇറാൻ ആവട്ടെ, ഞങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ വെച്ച് മാത്രമേ ഇത് നിർത്താൻ പറ്റുള്ളൂ, നിങ്ങൾ തുടങ്ങി ഞങ്ങൾ നിർത്തും എന്നുള്ള റെട്ടറിക്ക് ആവർത്തിക്കുകയാണ്. അപ്പം ഇറാനെ അങ്ങനെ തീർക്കാൻ പറ്റില്ല. പക്ഷെ അമേരിക്ക പരാജയപ്പെടാൻ പോകുന്നു. പിന്നെ ഇസ്രയേല് ഇസ്രയേലില് മതിയായിട്ടുണ്ടാവില്ല, എങ്കിലും അമേരിക്ക പറയുമ്പോൾ നിർത്തിയേ പറ്റും. പിന്നെ അതിൻ്റെ കൂടെ നെതന്യാഹു കൊല്ലപ്പെട്ടു. പിന്നെ ഇത്താമിർ ബെൻഗിർ, അവിടുത്തെ തീവ്ര വലതുപക്ഷ നേതാവും മന്ത്രിയും, പുള്ളി കാറപകടത്തിൽ കൊല്ലപ്പെട്ടിട്ട്, ഇറാന്റെ മിസൈൽ അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ട് കാറപകടത്തിലാണ് കൊല്ലപ്പെട്ടതെന്ന് നുണ പറയുന്നു. പിന്നെ കുറെ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ട്. ഇതാണ് പലരും എന്നോട് മെസ്സേജൊക്കെ അയച്ച് ചോദിക്കാറുണ്ട്, ഇതിങ്ങനെ നടന്നാണോ അങ്ങനെ നടന്നാണോ. സോ നമ്മളെല്ലാം വലയപ്പെട്ടിരിക്കുന്നത് ഒരു ബബിളിനുള്ളിലാണ്. പ്രത്യേകിച്ച് എക്സിലും ഫേസ്ബുക്കിലും അല്ലെങ്കിൽ AI മോഡൽസും ഒക്കെ സപ്ലൈ ചെയ്യുന്ന, പിന്നെ വാർത്താ ഏജൻസീസും ഒക്കെ സപ്ലൈ ചെയ്യുന്ന വാർത്തകൾ ഏത്, വാർത്തകൾ അല്ലാത്തത് ഏത് എന്നറിയാൻ കഴിയാത്ത ഒരു മായിക വലയത്തിലാണ് ശരാശരി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഏതൊരാളും. എല്ലാവരും അങ്ങനെ തന്നെ. അപ്പോൾ there is no exception. നമ്മുടെ കാര്യത്തിൽ ഒരു വ്യത്യാസം അതിനകത്ത് പറയാനില്ല. കാരണം ഇതിൽ നിന്ന് രണ്ട് രീതിയിലാണ് ഇത് കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നത്. ഒന്ന്, ഇതിനകത്ത് റെഗുലർ പാറ്റേൺ ആണോ, അല്ലെങ്കിൽ ഇത് നോർമലി ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ളതാണ് ആദ്യത്തെ ഉത്തരം. രണ്ട്, എങ്ങനെയാണ് ഒരു വാർത്ത നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രതീതി സാഹിത്യം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അതിന് ആധികാരികമാണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നു. അതിന് എപ്പോഴും വേണ്ടുന്നത് റിയാലിറ്റി ചെക്കാണ്. അതായത് ഫാക്ട്, എവിഡൻസ്, റീസൺ. ഫാക്ട്സ്, FER. ഈ മൂന്ന് സാധനങ്ങൾ, അല്ലെ ഈ മൂന്ന് സങ്കേതങ്ങൾ നമ്മൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ വാർത്തകൾ, അല്ലെങ്കിൽ നമ്മളേക്ക് വരുന്ന ഈ റേഡിയേഷൻസ് ഇതിനെ ശരിക്കും നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ആദ്യത്തെ ഞാൻ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ കറക്റ്റാണ്. ഇറാൻ ജയിക്കാൻ പോവാണ്, ഇറാനെ തോൽപ്പിക്കാനാവില്ല. ഇതാണ് നമ്പർ 1 ക്ലെയിം. അതിലാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇറാൻ മാത്രമല്ല തോൽക്കാത്തത്. ഹമാസ് തോറ്റിട്ടില്ല, ഹിസ്ബുള്ള തോറ്റിട്ടില്ല, ഹൂത്തീസ് തോറ്റിട്ടില്ല. ഇവർ 3 പേരും തോറ്റിട്ടില്ല. പിന്നെ ഇപ്പോഴും ഹിസ്ബുള്ള അതിഭീകരമായ പോരാട്ടം കാഴ്ചവെക്കുകയാണ്. റോക്കറ്റുകൾ വിടുന്നുണ്ട്. പക്ഷേ ലെബനൻ എന്ത് അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് എല്ലാവർക്കും അറിയാം. 450 മുതൽ 500 മരണങ്ങൾ വരെ അവിടെ സംഭവിച്ചിരിക്കുന്നു. 10,000-കണക്കിന് ആളുകൾ ഡിസ്പ്ലേസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു. നിരവധിയായിട്ടുള്ള ബഹുനില കെട്ടിടങ്ങളും അതുപോലെ തന്നെ ടെററിസ്റ്റ് ക്യാമ്പുകളും ആയുധ ഡിപ്പോകളും പിന്നെ എന്ന് വേണ്ട എല്ലാം തകർന്ന തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. ലെബനനിലെ ഭരണകൂടം നിസ്സഹായമായിട്ട് നിൽക്കുന്നു. അവിടെ കടന്ന് ഇറാനിലെ ഖുഡ് ഫോഴ്സിന്റെ ടീമിനെ, മേധാവികളോടെ പഠിപ്പിക്കാനെത്തിയ ആളുകളെ ഇസ്രയേൽ വധിക്കുന്നു. ഇതാണ് ലെബനനിലെ അവസ്ഥ. പക്ഷെ ഹിസ്ബുള്ള ജയിച്ച ഒരു പോരാളി കൂട്ടമാണ്. ഹമാസും അങ്ങനെ തന്നെ, ഹൂത്തികളും അങ്ങനെ തന്നെ. ഹൂത്തികൾ അമേരിക്കയെ തോൽപ്പിച്ചിട്ട് നിൽക്കുകയാണ്. ഇനി ആരാണ് അടുത്തതെന്ന് നോക്കുകയാണ്. അപ്പൊ ഇറാനും സ്വാഭാവികമായിട്ടും തോൽപ്പിക്കാൻ പറ്റാത്ത ടീമാണ്. അപ്പൊ അതുകൊണ്ട് അതങ്ങ് വിട്ടേക്കാം, ഇറാനെ തോൽപ്പിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യം ഒന്ന് കമ്പയർ ചെയ്തു. ഇറാന്റെ പോരാട്ടം, സോക്കോൾ പോരാട്ടം, അല്ലെങ്കിൽ അവരുടെ പ്രകടനം, അല്ലെങ്കിൽ മികവ്, പെർഫോമൻസ് ഓഡിറ്റ് ഒന്ന് നടത്താൻ അങ്ങനെ നോക്കണമല്ലോ. തീർച്ചയായിട്ടും ഇറാൻ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും പെർഫോമൻസ് ഓഡിറ്റ് ആവശ്യമാണ്. ഈ പറയുന്ന വീരവാദങ്ങൾക്കും അനുസൃതമായിട്ടാണോ കാര്യങ്ങൾ? ഒന്ന്, ഇറാൻ ഇത്രയധികം വീരവാദം പറയാനായിട്ടുള്ള പെർഫോമൻസ് ഓൺ
വിവസ്ത്രമാക്കപ്പെട്ട ഒരു ഒരു മനുഷ്യൻ, ഞാനൊരു എന്താ പറയാ, ഒരു മനുഷ്യൻ സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, കടുത്ത തണുപ്പും ചുറ്റുപാടുമുള്ള കണ്ണുകളും എല്ലാം തുറന്നു നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു പ്രതിരോധവും ഇല്ലാതെ നിൽക്കുന്നു എന്ന് കണക്ക് കൂട്ടിയാൽ മതി. ആ അവസ്ഥയാണ്. ഇറാനിലെ ഏതെങ്കിലും ഒരു ആസറ്റ് നശിപ്പിക്കാതിരിക്കണമെങ്കിൽ അതിന് ഇസ്രയേലോ അമേരിക്കയോ വിചാരിക്കണം എന്നുള്ളതാണ് അവസ്ഥ. ഇവരയക്കുന്ന എന്താണ്? ഇവരയക്കുന്ന മിസൈൽസ്. നോർത്ത് കൊറിയയുടെ കുറെ ടെക്നോളജി വെച്ച് കുറെ മിസൈൽസ് ഉണ്ടാക്കി ഭൂഗർഭ അറയിൽ ഒളിപ്പിച്ചിരിക്കുന്നു. അതൊരു കഴിവാണെന്ന് ചോദിച്ചാൽ അതൊരു കഴിവാണ്. ഭൂഗർഭ അറയിൽ ഇത്രയും ഡ്രോൺ, ഇന്നലെ ഒരു ഡ്രോൺ ഫാക്ടറി അടിച്ച് ഇതാക്കിയിട്ടുണ്ട്, ഡ്രോണുകൾ ശേഖരിച്ചു വെച്ച ഫാക്ടറി. അതുപോലെ അപ്പം അതൊരു ഇതാണെന്ന് ചോദിച്ചാൽ ഓക്കെ, അത് യുദ്ധം മാത്രം ലക്ഷ്യമിട്ടൊരു മതപരി ഭരണകൂടം മുന്നോട്ട് പോകുമ്പം അങ്ങനെ മിസൈലുകൾ ഒളിപ്പിച്ചു വെക്കുന്നത് ഓക്കെ. പക്ഷെ അതിൻ്റെ ഒരു വിഷയമുള്ളത്, ഇതെന്താണ്, ഇത് അവരുടെ ടെക്നോളജി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ടെക്നോളജി അല്ല, പുറത്തുനിന്ന് എടുത്താണ്. മിക്ക രാജ്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്, പുറത്തുനിന്നൊക്കെ എടുത്താണ്. അതിനകത്ത് നമുക്ക് തെറ്റ് പറയാനില്ല. ഈ ടെക്നോളജി 1950-കളിലെ ടെക്നോളജിയാണ്. ആ സമയത്തുള്ള ടെക്നോളജി വെച്ചാണ്, അല്ല എന്തെങ്കിലും ഒരു എഫിഷ്യൻസി, ഇന്നോവേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മെറിറ്റ് ഇറാന്റെ ഡ്രോണുകൾ അവർ എണ്ണത്തിൽ കൂടുതലുണ്ട് എന്ന് വെച്ചാൽ അതിന്റെ എഫിഷ്യൻസി അത്ര ഭീകരമാണ് എന്ന് പറയാൻ കഴിയില്ല. ഷഹാദ് ഡ്രോണുകൾ അത് വർക്ക് ചെയ്യും. അതിന് കൗണ്ടർ ഡ്രോൺസ്, യുക്രൈൻ മറുമരുന്ന് കണ്ടുപിടിച്ച ഡ്രോണുകളാണത്. പക്ഷെ ഡ്രോണുകളുടെ കാര്യത്തിൽ ഒരുപാട് രാജ്യങ്ങൾ മുന്നിലാണ്. തുർക്കി മുന്നിലാണ്, യുക്രൈൻ മുന്നിലാണ്, റഷ്യ മുന്നിലാണ്. യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ ഇപ്പം മുഴുവൻ ഡ്രോൺ ആയതുകൊണ്ട് നിർമ്മാണത്തിന്റെ അളവിൽ അവർ മുന്നിലാണ്. അതൊഴിച്ച് നിർത്തി കഴിഞ്ഞാൽ വളരെ പ്രാചീനമായ ടെക്നോളജിയാണ്, അത് വെച്ച് അവർ ചെയ്യുന്നു. പിന്നെ 2, ഇവരെ എഫിഷ്യൻസി, പോരാട്ട വീര്യം എന്നൊക്കെ പറയണമെങ്കിൽ ഇവരെന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ദേ സിംപ്ലി ലോഞ്ചിങ്, ഫയർ ചെയ്യാണ്. ഫയർ ആൻഡ് ഫൊർഗെറ്റ് മോഡലിലുള്ള സാധനങ്ങളാണ്. അത് എവിടെ ചെന്ന് എവിടെയെങ്കിലും കൊണ്ടാൽ അവരുടെ ക്രെഡിറ്റും, കൊണ്ടില്ലെങ്കിൽ അവർ ടാർഗറ്റ് ചെയ്തെന്ന് പറയും. ഞങ്ങൾ ബെൻഗൂറിയൻ എയർപോർട്ട് ടാർഗറ്റ് ചെയ്തു, നെതന്യാഹുവിന്റെ മണ്ട ടാർഗറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് പ്രസ്താവന ഇറങ്ങും. ഇതെല്ലാം തന്നെ ഹിറ്റ് എന്നുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആളുകൾ ബഹളം ഉണ്ടാക്കും അല്ലേ? അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. ടാർഗറ്റ് ചെയ്യാന്ന് പറയാൻ നിങ്ങൾ ഇവിടുന്ന് ഒരു പ്രത്യേക ടാർഗറ്റ് ലക്ഷ്യമാക്കി കാര്യങ്ങൾ മുന്നോട്ട് വിടുക. അതവിടെ ചെന്ന് ഹിറ്റ് ചെയ്തെങ്കിലല്ല പ്രയോജനമുള്ളൂ. അല്ല അതിന്റെ മേളിൽ എവിടെങ്കിലും കടലിൽ പോയി വീഴുകയോ തുറസായ സ്ഥലത്ത് വീഴുകയോ അല്ലെങ്കിൽ അത് ഇന്റർസെപ്റ്റഡ് ആവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ടാർഗറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അതൊരു കണക്കേ ഉള്ളൂ. ചില ഈ ബീറ്റ് പോലീസുകാർ നമ്പർ എഴുതിയെടുക്കുന്നത് പോലുള്ള ഒരു പരിപാടിയായിട്ട് അതിനകത്ത് കാണാൻ പറ്റും. അത് അങ്ങനെ ചെയ്യുന്നു, അതൊരു റിച്വൽ ജോബായിട്ടാണ്. അല്ലാതെ ഇറാൻ എന്തെങ്കിലും പ്രത്യേക രീതിയിൽ ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടാവും. അത് ഹമാസിന്റെ ഫൈറ്റിംഗ് സ്പിരിറ്റ് പോലെ ഉണ്ടാവും. അതെന്ത് ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ എന്തായാലും പറയാൻ ശരിക്കും പീപ്പിൾ ഹു ഡു നോട്ട് കെയർ ഫോർ ദെയർ ഓൺ ഡിസ്ട്രക്ഷൻ ആൻഡ് ഡെത്ത് എന്നുള്ളൊരു ഡെത്ത് കൾട്ട് ഫാന്റസി അതുണ്ടാവും. അത് IRGCയിൽ ഒരു ഘടകത്തിന് എന്തായാലും ഉണ്ടാകാം എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. അത് ഹമാസിനുണ്ട്. ഹൂത്തികൾ എന്താണ് ഈ സാധനം ഇലയും ചവച്ചുകൊണ്ട് എത്ര എണ്ണാണ് എൻ്റെ ക്യാബിനറ്റ് തന്നെ പോയാലും അവർ വീണ്ടും ഇതെടുത്തുകൊണ്ട് വരും. അത് ആ ഒരു അവസ്ഥയിലേക്ക്, ഒരു വന്യമായ ഭ്രാന്തമായ അവസ്ഥയിലേക്ക് അവർ പോയി എന്നുള്ളതല്ലാതെ അത് അവരുടെ മികവോ മെറിറ്റോ എഫിഷ്യൻസിയോ കാര്യക്ഷമതയോ ഒന്നുമല്ല. അത് കുറെ ഭ്രാന്തമായ അവസ്ഥയിൽ ഈ മയക്കുമരുന്ന് അടിമയായിട്ടുള്ള മനുഷ്യരെ കണ്ടിട്ടില്ലേ നമ്മളെ തെരുവുകളിൽ ചെറുപ്പക്കാരൊക്കെ കാട്ടിക്കൂട്ടുന്ന അതേപോലെയുള്ള ഒരു ഗവൺമെന്റ് എന്നേ പറയാൻ കഴിയും. അല്ലാതെ മികവിന്റെയോ മെറിറ്റിന്റെയോ എഫിഷ്യൻസിയുടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഇറാൻ ഒന്നുമല്ല. വാചകമടി, പിന്നെ ഈ ഉമ്മ സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. ഇസ്ലാമോ ലെഫ്റ്റ്, അത് കറക്റ്റായിട്ട് പറഞ്ഞാൽ അതാണ്. പിന്നെ ലെഫ്റ്റ് ടീമുകൾ ഇങ്ങനെ യുദ്ധം തുടങ്ങി കഴിഞ്ഞാൽ ഉടനെ അമേരിക്ക, എണ്ണ, പിന്നെ ക്യാപിറ്റലിസം, പിന്നെ പഴയ അമേരിക്കയുടെ ചരിത്രം, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്ഥിരമാണ്. അതുകൊണ്ട് അതിനകത്തൊരു പുതുമയോ നവീനതയോ ഒന്നുമില്ല. അത് വളരെ ആക്ച്വലി എന്താണ് അടിത്തട്ടിലുള്ള യാഥാർത്ഥ്യം എന്ന് നോക്കുമ്പോൾ ഇതുമായിട്ടൊന്നും പൊരുത്തപ്പെടുന്നതല്ല. അമേരിക്ക യുദ്ധം മതിയാക്കുന്നു എന്ന് പറയുന്നതൊക്കെ അങ്ങനെയാണെങ്കിൽ അമേരിക്ക യുദ്ധം ചെയ്യണ്ടായിരുന്നു. മതിയാക്കാനാണെങ്കിൽ അവരിപ്പോ 4 മുതൽ 6 ആഴ്ച വരെ എന്ന് പറയുന്നത്. അപ്പൊ അതിനപ്പുറം നീണ്ടാലും അമേരിക്കയ്ക്ക് എല്ലാവരും കരുതെന്ന് പറയും. അമേരിക്ക വിചാരിച്ചു പെട്ടെന്ന് ഇത് 2 ദിവസം കൊണ്ട് എല്ലാം കൂടെ ശരിയാക്കാന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചാണ് ട്രംപ് എന്ത് മണ്ടൻ, മറ്റേ ഹെക്സത്ത് എന്ത് മണ്ടൻ, മറ്റേ റൂബിയോ എന്ത് മണ്ടൻ, അവരെല്ലാം മണ്ടൻ. ഇത് എങ്ങനെയാണ് പറയുക? ഇവര് യുദ്ധം
ഇവരുടെ കയ്യിലാണ് ആയുധങ്ങളുള്ളത്, ഇവരാണ് യുദ്ധം ചെയ്യുന്നത്. ഇവർ ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ ഷെഡ്യൂളും നോക്കി കണക്ക് കൂട്ടി പ്ലാൻ ചെയ്തല്ലേ അവർ വരിക. ഒരു കപ്പൽ അങ്ങോട്ട് നീക്കുമ്പോൾ എത്ര, ട്രംപൊക്കെ ആകുമ്പോൾ അതിന്റെ പൈസ എത്രയാവും? അങ്ങനെ വരുമ്പം ഈ ഹോർമൂസിൽ തടസ്സം വരുമ്പോൾ എണ്ണ വില കൂടും. എണ്ണ വില കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പ്ലാൻ എ ബി സി ഡി ഒക്കെ ഫിക്സ് ചെയ്തിട്ടല്ലേ ഒരു സാധാരണ അമേരിക്ക പോലെയൊക്കെ ഒരു രാജ്യത്തിന്റെ, അതിപ്പോ ട്രംപ് അല്ല വേറെ ആര് മണ്ടക്കിരുന്നാലും അവരിതൊക്കെ മുൻകൂട്ടി കാണാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ കോളം എഴുതുന്ന ആളുകൾക്ക് കഴിയും. ചുമ്മാതെ ഈ പറഞ്ഞ കോളം എഴുതുന്ന ആളുകൾക്ക് ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ പോസ്റ്റുകൾ ഇടുന്നവർക്ക് ഒരു കാര്യമുണ്ട്. അവരെഴുതുന്നത് ശരിയായില്ലെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ശിക്ഷയോ പ്രത്യേകിച്ച് അപഖ്യാതിയോ ഒന്നുമില്ല, അവരടുത്തത് എഴുതും. എന്നാൽ അങ്ങനെയല്ല. ഇത് യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട് ആ ഗവർണൻസിൽ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവർക്കൊരു പ്ലാൻ ഉണ്ടായിരിക്കണം, ബദൽ പ്ലാൻ ഉണ്ടായിരിക്കണം. അതിനകത്ത് അൺഫോർസീൻ കണ്ടിൻജൻസീസ് വന്നാൽ എന്ത് ചെയ്യണം? ഇപ്പൊ ഈവൻ എബ്രഹാം ലിങ്കൺ മുങ്ങുമെന്നല്ലേ പറയാം, മുങ്ങിയാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് തന്നെ അമേരിക്കയ്ക്ക് പ്ലാൻ ഉണ്ടാവും. പ്ലാൻ ഇല്ലെങ്കിൽ ആ സാധനമായിട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. നിങ്ങൾ വിചാരിക്കും ഇൻഷുറൻസിന്റെ കാര്യം, ഞാൻ ഇൻഷുറൻസിന്റെ കാര്യം അല്ല പറഞ്ഞത്. ഇത്രയും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ 3 വാർഷിപ്പുകൾ, എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഷിപ്പുകളുണ്ട്. അത് 3ഉം അങ്ങ് മുങ്ങുക അല്ലെങ്കിൽ മുക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുകയാണ് നിൽക്കുന്നത്. എന്നാൽ എന്ത് ചെയ്യണം, വാട്ട് നെക്സ്റ്റ് എന്നൊരു പ്ലാൻ വരെ വെച്ചിട്ട് തന്നെയായിരിക്കും ഇവരൊക്കെ വരുന്നത്. അല്ലാതെ അങ്ങനെയാണ്. നിങ്ങൾ ഏത് ഇൻഡസ്ട്രി നോക്കിയാലും അങ്ങനെയാണ്. വാറും ബേസിക്കലി ഒരു വലിയ ഇൻഡസ്ട്രി തന്നെയാണ്.